ഗൈസ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അൺബോക്സിങ്ങും ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ OnePlus 9 Pro പൈൻ ഗ്രീൻ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണിൻ്റെയാണ്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് വീണ്ടും ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ കൂടെ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിരുന്നു, അതുകൊണ്ടാണ്. അപ്പം കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു 9 Proയുടെ വീഡിയോക്കകത്ത് ഞാൻ എൻ്റെ മിക്ക സ്പെസിഫിക്കേഷൻസ് പറഞ്ഞില്ല എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. താഴെ ഹാസൽവേഡിൻ്റെ ഒരു ലോഗോയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറയാത്തൊരു കാര്യമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ്. സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ 64,990, അതായത് കൃത്യം ഒരു 65,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആമസോണിലൂടെ നമുക്ക് ഇതിൻ്റെ അസ്ട്രൽ ബ്ലാക്ക് കളർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ബൈ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഫ്രണ്ടിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു പൈൻ ഗ്രീൻ വേരിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ ഒന്ന് വെളിയിലോട്ട് എടുക്കാം. സോ ഞാൻ വീഡിയോ വെളിയിലിരുന്നാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് കാക്കയുടെയും ക്രീഡയൊക്കെ ശബ്ദമുണ്ട്, എന്നോടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലെ ടോപ്പ് ഷെൽ ഒന്ന് റിമൂവ് ചെയ്യാം. ടോപ്പ് ഷെൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു 65 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ കാണാൻ സാധിക്കും. പിന്നെ ടൈപ്പ് സി ടു ടൈപ്പ് സിയുടെ ഒരു ഡാറ്റ കേബിളും തന്നിട്ടുണ്ട്. ടൈപ്പ് സി ടു ടൈപ്പ് സി നല്ലതാണ്, കാരണം പെട്ടെന്ന് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ സാധ്യതയുള്ളൊരു ചാർജറാണ്. അപ്പോൾ നല്ലൊരു ചാർജറും ഡാറ്റ കേബിളും സ്മാർട്ട് ഫോണും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ബോക്സിനകത്ത് നമുക്കൊരു കേസ് കാണാൻ സാധിക്കും. നമ്മുടെ ആ ഒരു എന്താ പറയുക, ഒരു പൈൻ ഗ്രീൻ കളറിൻ്റെ അതേ കേസ് തന്നെയാണ് തന്നിരിക്കുന്നത്. സോ നല്ലൊരു ക്വാളിറ്റി കേസാണ്. എനിക്ക് സിലിക്കൺ കേസിനെ അപേക്ഷിച്ച് ഈ ഒരു കേസ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സിലിക്കൺ കേസ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, കാരണം എന്ന് വെച്ചാൽ അതൊരു യെല്ലോയിഷ് കളറൊക്കെ അതിൻ്റെ അകത്ത് വരും. അതുകൊണ്ട് ഈ ഒരു കളർ കേസാണ് എനിക്കിഷ്ടം. ഇതാണ് നമ്മുടെ OnePlus 9 Pro പൈൻ ഗ്രീൻ എഡിഷൻ. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ കയ്യിൽ എൻ്റെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. സോ ഇപ്പോൾ ബാക്കിൽ കോഴി കൂവുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ സാധിക്കും, എന്നോടൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു കൊടുക്കാം. മെയിൻ ക്യാമറ വെച്ച് തന്നെ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. ഓക്കെ, ബാക്കിലായിട്ട് നല്ലൊരു ഇതൊരു ഫിനിഷാണ് തന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് ഒരു ക്വാഡ് ക്യാമറയാണ്, അതായത് 14 മെഗാ പ്ലസ്. ഈ കോഴി മിക്കവാറും ഞാൻ കൊല്ലും. ഓക്കെ, ഒന്നേ തുടങ്ങാം. 14 മെഗാ പ്ലസ് 8 മെഗാ പ്ലസ് 50 മെഗാ പ്ലസ് 2 മെഗാ ഒരു ക്യാമറയാണ് ബാക്കിലായിട്ട് തന്നിരിക്കുന്നത്. 14 മെഗാ ക്യാമറ വരുന്നത് ഒരു വൈഡ് ക്യാമറയാണ്. 8 മെഗാ ടെലിഫോട്ടോ ക്യാമറയും 50 മെഗാ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ ഒരു ഡെപ്ത് ക്യാമറയും തന്നിട്ടുണ്ട്. ഹാസൽബ്ലാഡിൻ്റെ ക്യാമറ ആയതുകൊണ്ട് നല്ലൊരു ക്യാമറ തന്നെയാണ് തന്നിരിക്കുന്നത്. പെട്ടെന്ന് കണ്ട 4 ക്യാമറയും തോന്നില്ല. സോ താഴെയായിട്ട് 2 കുഞ്ഞു ക്യാമറാസ് വെച്ചിട്ടുണ്ട്, വളരെ നല്ലൊരു കാര്യമാണ്. സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയും കൂടെ കാര്യം നമുക്കൊന്ന് പറയാം. ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 മെഗാ ഒരു ഫ്രണ്ട് ക്യാമറയാണ്. അത് വൈഡ് ക്യാമറയാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് 1080p at 30 fps നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സോ ബാക്ക് ക്യാമറ വെച്ച് നമുക്ക് 8K at 30 fps 4K at 30, 60, 120 fps നമുക്ക് എടുക്കാൻ സാധിക്കും. 1080p at 30 fps, 60 fps, 240 fps നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ആട്ടോ HDR അവൈലബിൾ ആണ്. സോ താഴ്ഭാഗത്തായിട്ട് ടൈപ്പ് സൈഡുകൾ, പോർട്ട്, സ്പീക്കർ, ഗ്രിൽസ്, സിം ഉണ്ടാവുള്ള സ്ലോട്ട്, പിന്നെ മൈക്കും കാര്യങ്ങളും കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു പവർ കീ കാണാൻ സാധിക്കും. പിന്നെ സൈലൻറ്റ് മോഡിലോട്ടൊക്കെ പോകുന്ന ഒരു ബട്ടണും ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം റോക്കേഴ്സും കാണാൻ സാധിക്കും. കളർ വോയ്സ് 11 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ഓക്സിജൻ വോയ്സ് ആണ്, ബട്ട് ചൈനയിൽ നിന്നൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഓക്സിജൻ വോയ്സ് അല്ല വരുന്നത്, കളർ വോയ്സ് 11 ആണ് വരുന്നത്. സോ നമ്മളിപ്പം ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റും ഇതിൻ്റെ പ്ലാറ്റ്ഫോം, അതായത് OS എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. OSൻ്റെ കാര്യം പറയാൻ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് Android 11 ആണ് ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ GPU വരുന്നത് അഡ്രീനോ 660 ഒരു GPUയും ഒക്ടാ കോറിൻ്റെ CPUമാണ് വരുന്നത്. ഇതിൻ്റെ ചിപ്സെറ്റ് വരുന്നത് കോൾകോം സ്നാപ്ഡ്രാഗൺ 888ൻ്റെ ഒരു ചിപ്സെറ്റ്, അത് 5nm പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ പ്ലാറ്റ്ഫോമും മെയിൻ ക്യാമറയും സെൽഫി ക്യാമറയും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മെമ്മറിയുടെ ഭാഗത്തിലേക്ക് കിടക്കാം. മെമ്മറി വരുന്നത് 128 GB സ്റ്റോറേജ് ആണ് എനിക്ക് വരുന്നത്. 8 GB RAM വേരിയൻ്റ് ഉണ്ട്, 128 GB പ്ലസ് 8 GB RAM വേരിയൻ്റ് ഉണ്ട്. അതോടൊപ്പം 256 GB 12 GB RAM വേരിയൻ്റ് ഉണ്ട്. UFS 3.1 രണ്ട് സ്റ്റോറേജിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും വളരെ നല്ലൊരു കാര്യമാണ്. സോ ഇനി നമുക്ക് നമ്മുടെ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഡിസ്പ്ലേ വരുന്നത് 6.7 ഇഞ്ചസിൻ്റെ ഒരു ഫ്ലൂയിഡ് 2 AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് 1MB കളേഴ്സ്, 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. HDR10+ സപ്പോർട്ടബിൾ ആണ്. 1300 നീറ്റ് സ്പീക്കർ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് അത് ലഭിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ആണ്. ആൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് അവൈലബിൾ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആയതുകൊണ്ട് നല്ല സ്മൂത്ത്നെസ് നമുക്ക് കിട്ടുന്നതാണ്. സോ നമ്മൾ ഡിസ്പ്ലേയുടെ ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബോഡിയുടെ ഭാഗത്തിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് 163.6 ഡയമെൻഷൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സോ എനിക്ക് ഡയമെൻഷൻ ഒന്നും പറയാൻ എനിക്ക് അത്ര അറിയില്ല. സോ നമുക്ക് അതൊന്നും കവർ ചെയ്യേണ്ട. ഇതിൻ്റെ വെയിറ്റിലേക്ക് കിടക്കാം. 197 ഗ്രാമിൻ്റെ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. നല്ലൊരു വെയിറ്റ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ Redmi Note 10 Pro Maxനെ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ വെയിറ്റ് വെച്ച് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അതിനൊരു 5 ഗ്രാം വെയിറ്റ് കൂടുതലാണ് ഈ ഒരു ഫോൺ. സോ നമുക്കിതിൻ്റെ ബിൽഡ് നമുക്ക് സംസാരിക്കാം. ബിൽഡ് ക്വാളിറ്റി, അതായത് ഗ്ലാസ് ഫ്രണ്ട് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് ഫ്രണ്ട് ഗ്ലാസ്സിൽ തന്നിരിക്കുന്നത്.
ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ബാക്കിലും കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അലൂമിനിയം ഫ്രെയിമാണ് തന്നിരിക്കുന്നത്. ഡുവൽ സിമ്മാണ് സപ്പോർട്ടബിൾ ആയിട്ട് വരുന്നത്. നമുക്ക് നാനോ സിമ്മും ഡുവൽ സ്റ്റാൻഡ് ബൈ ഒക്കെ ഇടാൻ സാധിക്കും. സോ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ഡേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു 23 മാർച്ചിനായിരുന്നു. സോ പിന്നെ ഇതിൻ്റെ ബാക്ക് ക്യാമറ, ഇതിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞുതരാം. 6.7 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ, വലിയൊരു ഡിസ്പ്ലേ തന്നെയാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയും 12 GB റാമും സ്നാപ്ഡ്രാഗൺ 888 ചിപ്സെറ്റും അതോടൊപ്പം 4500 mAh ബാറ്ററിയും കിട്ടുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു അഫോർഡബിൾ സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ പ്രൈസ് വെച്ചിട്ട് എല്ലാത്തിലും നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ഞാൻ പറഞ്ഞില്ല. ബാറ്ററിയുടെ ഭാഗത്തിലോട്ട് വരുന്ന സമയത്ത് 65 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. അത് നമുക്ക് ലിഥിയം അയണിൻ്റെ 4500 mAh ബാറ്ററി നമുക്ക് അവൈലബിൾ ആണ്. സോ ഫാസ്റ്റ് ചാർജിങ് വരുന്നത് ഇതിൻ്റെ ഒരു 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഉണ്ട്. അത് വയർലെസ് ചാർജിങ് ആണ് കേട്ടോ. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും നമുക്ക് 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കിത് 1% നിന്ന് നേരെ 100% പോകാനായിട്ട് നമുക്ക് ആവശ്യം 29 മിനിറ്റ് ആണ്. അതോടൊപ്പം നമ്മൾ വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യുന്നത് 43 മിനിറ്റ് എടുക്കും 100% വരെ കയറാനായിട്ട്. സോ നമുക്കൊരു നല്ലൊരു ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റാണ് തന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് 3 കളർ വേരിയൻറ്റ് കിട്ടുന്നുണ്ട്. സ്റ്റെല്ലാർ ബ്ലാക്ക്, ഫോറസ്റ്റ് ഗ്രീൻ, മോർണിംഗ് മിസ്റ്റ് എന്ന് പറയുന്നൊരു കളറാണ്. സോ പൈൻ ഗ്രീനാണ് എൻ്റെ ഇരിക്കുന്നത്. ഇതിന് ഫോറസ്റ്റ് ഗ്രീൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 2 കളർ വേരിയൻ്റ്. അപ്പം ഇന്ത്യയിൽ ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ പേര് ഫോറസ്റ്റ് ഗ്രീൻ എന്നാക്കി. ഇന്ത്യയുടെ പുറത്തായിരുന്നെങ്കിൽ പൈൻ ഗ്രീൻ എന്നാണ് ഇതിൻ്റെ പേര്. സോ ഇതിൻ്റെ ഒരു ഓവറോൾ വില വരുന്നത് $929. അത് ഞാൻ പറഞ്ഞിരുന്നു കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ പ്രൈസിലോട്ട് നോക്കുന്ന സമയത്ത് 64,999 എൻ്റെ പ്രൈസ്. സോ ഇതിൻ്റെ ടെസ്റ്റുകളൊക്കെ ഞാൻ കുറച്ച് നടത്തി നോക്കിയിട്ടുണ്ട്. ഫോട്ടോ, വീഡിയോ, അങ്ങനത്തെ കുറച്ച് ടെസ്റ്റുകളൊക്കെ എൻ്റെ ഇരിക്കുന്ന ഫോണിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം നല്ലൊരു മികച്ച ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട് ഹാസൽബ്ലാഡിൻ്റെ ക്യാമറ വെച്ചിട്ട്. അപ്പം ആ ഒരു ക്യാമറ ടെസ്റ്റൊക്കെ വരുന്നുണ്ട്. OnePlus 8 അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നല്ലൊരു ക്യാമറയിലും എല്ലാം ഇത് തന്നിട്ടുണ്ട്. സോ ബാക്കിലായിട്ട് കോഴി കൂന്ന നല്ല ശബ്ദമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ് ദേഷ്യം വരുന്നുണ്ട്. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഞാൻ റീഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ല. സോ ഞാനിത് ഷൂട്ട് ചെയ്യും, കോഴി കൂവും, വീണ്ടും ഷൂട്ട് ചെയ്യും, കോഴി കൂവും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫോണിൻ്റെ NFC സപ്പോർട്ടബിൾ ആണ്. നിങ്ങളടുത്ത് ഞാൻ പറയാൻ മറന്നോ, NFC നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഓവറോൾ എല്ലാ സ്പെസിഫിക്കേഷൻസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ ഒരു ഫോണിൻ്റെ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പം കുറേ പേരും ചെയ്യുന്നതെന്ന് വെച്ചാൽ 99% എൻ്റെ YT സ്റ്റുഡിയോ കയറി നോക്കിയപ്പോൾ 99% ആൾക്കാരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. 2% ആൾക്കാർ മാത്രമേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന മാത്രമേ ഈ ഒരു വീഡിയോ കാണുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്യാമറ തന്നെയാണ്. നല്ലൊരു വീഡിയോ റെക്കോർഡിംഗ് ആയാലും ഫോട്ടോ ആയാലും എല്ലാം നമുക്ക് 8K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. 8K മറ്റുള്ള ഫോണിലൊന്നും സപ്പോർട്ടബിൾ അല്ല. നമ്മുടെ OnePlus 9 പ്രോയ്ക്കകത്ത് തന്നെ എടുക്കാൻ സാധിക്കുള്ളൂ. അത് അവരിറക്കിയ ഒരു ഇതായിരുന്നു. അപ്പം ഞാൻ നിങ്ങൾക്കത് ആദ്യമേ പറഞ്ഞിരുന്നു. 8K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. 8K 30 FPS ബാക്ക് വെച്ച് എടുക്കാൻ സാധിക്കുന്നത്. കണ്ടോ, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് കിട്ടുന്നത്. അത്യാവശ്യം എന്ന് പറയാൻ സാധിക്കില്ല, വേറെ ലെവലാണ്. കാരണം എന്ന് വെച്ചാൽ ഹാസൽബ്ലാഡാണ് ഇതിൻ്റെ ക്യാമറ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്യാമറ പെർഫോമൻസും എല്ലാം കിട്ടുന്നുണ്ട്. സോ അപ്പം ഈ ഒരു ഫോണിൻ്റെ എന്തൊക്കെ ടെസ്റ്റുകൾ ഞാൻ ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അതുകൊണ്ടാണ് 1K ആയില്ല. ഇതുവരെയായിട്ടും 800 സബ്സ്ക്രൈബേഴ്സ് ആയതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ടെസ്റ്റ് നടത്തണോ, എന്ത് ടെസ്റ്റ് നടത്തണോ നിങ്ങളൊന്ന് പറയാം. ഇത് ഇതിൻ്റെ ഒരു ഡോക്ക് ചാർജറാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വയർലെസ് ആയിട്ട് ചാർജ് ആവും. അപ്പം ഇത് എനിക്ക് OnePlusൻ്റെ പാക്കേജ്, മീഡിയ കിറ്റ് പാക്കേജ് കിട്ടിയതാണ്. സോ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം 33% ഫോണിൻ്റെ അകത്തുണ്ട് കേട്ടോ. സോ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എത്ര ശതമാനമായി നമുക്കൊന്ന് നോക്കാം. അപ്പം കുറച്ച് നേരം കൊണ്ട് തന്നെ നല്ല സ്പീഡിൽ ചാർജ് ആകും. കാരണം എന്ന് വെച്ചാൽ 100% 29 മിനിറ്റ് ചാർജർ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഇത് ചാർജ് ആവുന്നുണ്ട്. ഈ ഒരു വീഡിയോയുടെ ചാർജിങ് ടെസ്റ്റ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എൻഡപ്പ് ചെയ്യാം, അതായത് വൈൻഡപ്പ് ചെയ്യാം. സോ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കാര്യം ടെസ്റ്റ് എന്തൊക്കെ ചെയ്യണം, ബാറ്ററി ടെസ്റ്റ്, ഗെയിമിംഗ് ടെസ്റ്റ്, ക്യാമറ ടെസ്റ്റ്, റിവ്യൂ, OnePlus 8 കൂടെയുള്ള കമ്പാരിസൺ എന്ത് വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ഇടുന്നതാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിലേക്ക് ചെയ്യുക. Until then, this is Satyan signing off. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെയും ബൈ.